നമസ്കാരം. അനന്തപുരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാരമുറി വേണമെന്നുള്ള ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം. അത് അംഗീകരിച്ചു കൊടുക്കുമോ? അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന കാര്യമാണ്. നിർമ്മല കോളേജ് എന്ന് പറയുമ്പോൾ എത്രയോ കൊല്ലങ്ങൾ കാലപ്പഴക്കമുള്ള ഒരു കോളേജാണ്. രണ്ടാമത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കോളേജാണ് അല്ലേ. അപ്പം ഞാൻ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ എന്ന് എടുത്ത് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് അവരുടെ സംഘടനയുള്ള കോളേജുണ്ട്, മുസ്ലിംസിന് അങ്ങനെയുള്ള കോളേജും ഉണ്ട് അല്ലേ. മുസ്ലിംസിനും കോളേജുണ്ട്, ക്രിസ്ത്യൻസിനും കോളേജുണ്ട്, ഹിന്ദുക്കൾക്കും കോളേജുണ്ട്. ഈ മൂന്ന് കോളേജിലും പല മതസ്ഥർ പഠിക്കുന്നുമുണ്ട്. മുസ്ലിം കോളേജിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും പഠിക്കുന്നുണ്ട്, ക്രിസ്ത്യൻസിൽ കോളേജിൽ ഹിന്ദുക്കളും മുസ്ലിമും പഠിക്കുന്നുണ്ട്, ഹിന്ദുക്കളുടെ കോളേജിലും ഇതുപോലെ തന്നെ രണ്ട് വിഭാഗവും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതിൽ 80% ആൾക്കാരും ഈ കോളേജ് ആരുടെയാണെന്ന് നോക്കാതെ നല്ല കോളേജാണെങ്കിൽ, നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു കോളേജാണെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകും. പക്ഷെ 20% വ്യക്തികൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഒരു ചായ കുടിക്കാൻ പോകണമെങ്കിലും അവരെ കടയിലേക്ക് പോകും, ഒരു കോളേജിൽ പോകണമെങ്കിലും അവരുടെ കോളേജിലേക്ക് പോകും, ഒരു ഡോക്ടറെ കാണാൻ പോകണമെങ്കിലും പേര് നോക്കിയേ പോകും. അത് ഈ മതസ്ഥരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവർ ഈ പറയുന്ന 3 സ്ഥലങ്ങളിലും പോകുള്ളൂ. അപ്പോൾ ഈ വിമല കോളേജിൽ ഇവർ പറയുന്നു നിസ്കരിക്കാൻ റൂം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് അംഗീകരിച്ചു കൊടുക്കുക? അത് തെറ്റല്ലേ? ഒരു മതസ്ഥർക്കും മാത്രം എപ്പോഴും എല്ലാ കാര്യക്കും അവകാശം വേണമെന്ന് പറയാൻ ഇത് പാകിസ്ഥാനാണോ? ഇത് ഇന്ത്യയല്ലേ? എല്ലാ മതക്കാർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യ മഹാരാജ്യമെന്ന ഈ ഭാരതത്തിൽ എല്ലാവർക്കും എല്ലാം അനുവദിച്ചിട്ടുണ്ട്. ആർക്കും മുസ്ലിങ്ങൾക്ക് പള്ളിയുണ്ട്, ഹിന്ദുക്കൾക്ക് അമ്പലമുണ്ട്, ക്രിസ്ത്യൻസിന് പള്ളിയുണ്ട് അല്ലേ. അപ്പോൾ അവർക്കെല്ലാവർക്കും അവരുടേതായ സമയങ്ങൾ നോക്കി തന്നെയാണ് പോകുന്നത്. ഇവിടെ ആരും തടസ്സം പറയുന്നൊന്നുമില്ല. പക്ഷെ ഇവർ മാത്രം ഇടക്കാലങ്ങൾ കുറച്ച്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് കാലം മുതൽ തുടങ്ങിയതാണ്. അവർക്ക് ഓരോന്നോരോന്ന് അനുവദിച്ചു കൊടുക്കണം, അവർക്ക് മാത്രം. എന്നാൽ അവരെ കോളേജിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി പറയണം, അവരെ കോളേജിൽ ചെന്ന് പറയണം, നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ ഒരു റൂം തരണം. ഇല്ലെങ്കിൽ ഒരു ഹിന്ദു പറയണം, നമുക്ക് ഈ കോളേജിൽ ഒരു അമ്പലം വേണം, എന്നും രാവിലെ തൊഴുവാൻ വേണ്ടി ഒരു അമ്പലം ഈ ഭാഗത്ത് എവിടെയെങ്കിലും കെട്ടണമെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളായ ഈ വിഭാഗക്കാരെ സമ്മതിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന തെറ്റല്ലേ? നമ്മൾ ഒരു കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ പേരും തിരക്കും അല്ലേ. നമ്മൾ അറിഞ്ഞിട്ടാണല്ലോ പോകുന്നത്. ഒരു ക്രിസ്ത്യൻ കോളേജാണ്, ഇത് മുസ്ലിം കോളേജാണ്, ഇത് ഹിന്ദു കോളേജാണ്, അങ്ങനെ ഈ കോളേജിന് പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലും തോന്നും അല്ലേ, എന്താണ് ഇതൊരു ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കോളേജാണ്, അവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അവർ അനുവദിച്ചു തരില്ല, ഒരു വലിയ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ രണ്ടാമത് സ്കൂളാണ്, ക്ലാസ് മുറികൾ നിസ്കരിക്കാൻ വേണ്ടി കൊടുക്കണമെങ്കിൽ നാളെ കുറച്ച് ഹിന്ദുക്കൾ ചെന്ന് അവിടെ പറയണം, നമുക്ക് അവിടെ അപ്പുറത്തെ റൂമിൽ, നാം പഠിക്കുന്ന ക്ലാസ് റൂമിൽ നാളെ ഒരു പൂജയുണ്ട്, ആ പൂജ നടത്താനുള്ള സമയം തരണം, ആ ക്ലാസ് റൂം തരണമെന്ന് പറഞ്ഞാൽ. പിന്നെ ക്രിസ്ത്യാനി എന്ന് പറയാണ്, ഒരു കോളേജിൽ എന്ന് പറയണം, നമുക്ക് ഇവിടെ കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു മാതാവിൻ്റെ പടം നമ്മുടെ സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ വെച്ച് നമുക്ക് എന്ന് മൊഴി എത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കണോ? ഇതിലും തമാശ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഈ കോളേജിൽ, ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ പള്ളിയുള്ളത്. എന്താ, ആ പള്ളി പോയി അല്ലേ, ആ പള്ളി പോകാമല്ലോ, പോയി നിസ്കരിക്കാമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നിസ്കരിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ളതല്ല. ഇവർക്ക് എവിടെയും കടന്നു കയറണം, ഇവരുടെ അവകാശം പിടിച്ചു വരണം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ വേറൊരു പോസ്റ്റ് കണ്ടു, ഒരു ഉസ്താദ് പറയുന്നൊരു പോസ്റ്റ് അല്ലേ, ഞാൻ ഇന്നലെ കണ്ടു. അതിൽ ആ ഉസ്താദ് പറയുന്നത് 3 പെൺപിള്ളേർ, ഒരു സ്കൂളിൽ പഠിക്കുന്ന 3 പെൺകുട്ടികൾ നിസ്കരിക്കാൻ സ്കൂൾ സമയമില്ലാതെ ഉസ്താദിൻ്റെ അടുത്ത് പറയണം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 നിസ്കാരം മുടങ്ങുന്നു, രാവിലെ പോകുന്നത് കൊണ്ട് മടങ്ങുന്നു, അത് നിസ്കരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല എന്നൊരു വിഷമം പറഞ്ഞപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ പിള്ളേരെല്ലാവരും കളിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് കിട്ടുന്ന സമയത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പെൺപിള്ളേർ അങ്ങനെ ചെയ്തു.
രണ്ടാമത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 3 പേരും കൂടെ ഒരു ക്ലാസ് റൂമിൽ നിസ്കരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മുസ്ലിം പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. പിന്നെ വലിയ പ്രശ്നങ്ങളായി. അവസാനം ആ സ്കൂളിൽ ഒരു നിസ്കാര സ്ഥലം തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സൂചി ഊന്നാൻ സ്ഥലം കൊടുത്താൽ അവിടെ തൂമ്പ കയറ്റുന്ന ഒരു വിഭാഗം ആളാണ് എന്ന് ഇവരിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം ഇവർക്ക് മാത്രം എല്ലാം വേണമെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം എല്ലാ മതസ്ഥരും ഒന്നു തന്നെയാണ്. എല്ലാവർക്കും അതിൻ്റേതായ നമ്മുടെ ഈ ഭാരതത്തിൽ ജീവിക്കാനും അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ അനുവാദങ്ങളും ഉണ്ട്. അവിടെ ജാതി മതഭേദം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവർക്ക് മാത്രം എല്ലാം പിടിവാശിയിൽ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് ഭാരതമാണ്, ഇവിടെ എല്ലാം പിടിച്ചു കയറാമെന്ന് പറഞ്ഞത് പാകിസ്ഥാനല്ല. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടത്തിയില്ല. ഇതുപോലെ കിടന്ന് വെല്ലുവിളിച്ച് പ്രസംഗം നടത്തിയിരുന്ന എവിടെയാണ് നിങ്ങൾക്കറിയോ? ഇതുപോലെ പ്രസംഗം നടത്തിയവരുണ്ട് അല്ലേ? കാലെടുക്കുമെന്നോ കൈയെടുക്കുമെന്നോ അരിയും മലരുമൊക്കെ വാങ്ങിച്ചു വയ്ക്കാമെന്നോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കാണാനില്ല. ഈ കേരളത്തിൽ പോലും ഇല്ല അല്ലേ? പെട്ടു. അപ്പം എനിക്ക് ഒന്നുമേ പറയാനുള്ളൂ, പഠിക്കാൻ പോകാനാണ് അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, കോളേജിൽ പോകുന്നത് പഠിക്കാനാണ്. നിങ്ങൾക്ക് മാത്രമല്ല, അവിടെ വന്ന് കാശടച്ചും അവിടെ ഹോസ്റ്റലിൽ താമസിച്ചും ഓരോ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് പിള്ളേരെ കോളേജിൽ അയക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങളെപ്പോലെ ഒരു മതസ്ഥരെ അവിടെ കിടന്ന് കാണിക്കുന്ന അലമ്പ് കാരണം കോളേജിൻ്റെ പഠിത്തം നഷ്ടപ്പെട്ടു പോകരുത്. മറ്റുള്ളവർ പഠിക്കട്ടെ. നിങ്ങൾ തൊട്ടടുത്ത് പള്ളിയുണ്ടല്ലോ, അവിടെ പോയി നിസ്കരിച്ചാൽ തീരേണ്ട കാര്യമേ ഉള്ളൂ അല്ലേ? അപ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ നിങ്ങൾ പോയി തലയിടുന്നത്? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ്? എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടത് പ്രശ്നമില്ലാതെ പോകുന്നതല്ലേ ഉത്തമം. നിങ്ങൾ അവിടെ കിടന്ന് 5 പേര് കയറി സമരം ചെയ്ത ഉടനെ അങ്ങ് പള്ളി അനുവദിച്ചു തരും എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമില്ല. അവിടുത്തെ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല, ചെയ്യുകയുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോളേജ് എത്രയോ കാലപ്പഴക്കമുള്ളൊരു കോളേജാണ്. ഇവിടെ അങ്ങനെ ഒരു സംവിധാനമല്ല, ഇനി അനുവദിക്കുകയുമില്ല. നിങ്ങൾ 5-6 പേര് അവിടെ ചെന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഒന്നും നടക്കാനും പോകുന്നില്ല, ഒന്നും അനുവദിക്കുകയുമില്ല. പിന്നെ കേരളത്തിൻ്റെ ഭരണകർത്താക്കൾ ഇതിനൊക്കെ വോട്ടിന് വേണ്ടി എന്ത് കോമാളിത്തനവും എന്ത് ചെറ്റത്തനവും കാണിക്കുമെന്നൊക്കെ, നിങ്ങളെ കൂടെ നിൽക്കുമെന്നൊക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരാൾ ഒരു ഭരണകൂടം വിചാരിച്ചാൽ എല്ലാം മാറ്റിമറിക്കാൻ പറ്റില്ല. മനസ്സിലാക്കുക. മറ്റ് ജനങ്ങളുണ്ട്, മറ്റു മതസ്ഥരുണ്ട് അല്ലേ? ഇതൊരു ജനാധിപത്യ നാടാണ് എന്ന് മാത്രം ഓർക്കുക. നമുക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും പുതിയ വാർത്തയുമായി അനന്തപുരി വ്ലോഗ് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവും. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം.